ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസയിൽ ലക്ഷ്യമിട്ടത് ഒരു വംശഹത്യയാണ് എന്ന വിവരങ്ങൾ അടങ്ങിയ ഒരു സുപ്രധാനമായ റിപ്പോർട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ ഇസ്രായേൽ നടത്തുന്നത് വെറും ഒരു അധിനിവേശമല്ല, അല്ലെങ്കിൽ ഹമാസിനെ തീർക്കാനുള്ള വ്യഗ്രതയല്ല, മറിച്ച് ആസൂത്രിതമായ വംശഹത്യയാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ്. നോക്കുക, ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണിതെന്ന് പറയേണ്ടി വരും. നേരത്തെ മുതൽ തന്നെ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ ഒരു ഗതി കണ്ടുകൊണ്ട് പല നിരീക്ഷകരും പറഞ്ഞിരുന്നു ഇത് ഒരു വംശഹത്യയുടെ എല്ലാ സ്വഭാവങ്ങളും പ്രകടമാക്കുന്ന ഒരു നീക്കമാണ് എന്ന്. അതായത് വെറുതെ കുറേ ബോംബുകൾ ഇടുന്നു, കുറേ വ്യോമാക്രമണങ്ങൾ നടത്തുന്നു, അന്താരാഷ്ട്ര യുദ്ധ കുറ്റകൃത്യമെന്ന നിലയിൽ പോലും എടുത്തു കാണിക്കാവുന്ന വിധത്തിൽ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള പല ആക്രമണങ്ങളും നടക്കുന്നു. ആശുപത്രികൾക്ക് നേരെ, അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ, കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ഇടങ്ങൾക്ക് നേരെ, ഐക്യരാഷ്ട്ര സംഘടനകളുടെ ഇടങ്ങൾ പോലും, സേഫ് ഷെൽട്ടറുകൾ പോലും പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ ആശുപത്രിയിൽ കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ ഓക്സിജൻ കട്ട് ചെയ്യുന്ന വിധത്തിൽ ആക്രമണങ്ങൾ, അതുപോലെ 10,000-ഓളം കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി കൊന്നുതള്ളുന്ന ആക്രമണ രീതികൾ, ഇതൊക്കെ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് മുതൽ വലിയ ചർച്ചകളായപ്പോൾ ചില നിരീക്ഷകർ ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞത് പുതിയ തലമുറയെ പോലും ഇല്ലാതാക്കുന്ന വിധത്തിൽ, അതായത് പലസ്തീനിൽ ഒരു പുതിയ തലമുറ ഉണ്ടാകരുത് എന്ന് ശഠിക്കുന്ന വിധത്തിൽ ഇസ്രായേൽ ഇടപെടുന്നു എന്നായിരുന്നു. അന്ന് പല നിരീക്ഷകരും അത് ചൂണ്ടിക്കാണിച്ചതാണ്. അതുപോലെ തന്നെ അന്ന് പല ചാനൽ ചർച്ചകളിലും പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലി ചെറിയ കുട്ടികളെ, അതായത് കൗമാരക്കാരെയും അതിന് താഴെയുമുള്ള കുട്ടികളെ പീരങ്കിക്ക് കല്ലെറിഞ്ഞു അല്ലെങ്കിൽ സൈനികരെ പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയിട്ട് ഇസ്രായേലിനെ ജയിലിലിടുകയാണ്. ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി പുറത്തുവിട്ട ആളുകളിൽ ഭൂരിഭാഗം പലസ്തീനുകളും കുട്ടികളായിരുന്നു. അപ്പോൾ ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത് ഇനിയൊരു തലമുറ ഗസയിൽ ഉണ്ടാകാതിരിക്കാനാണ്, പലസ്തീനുകളുടെ വംശം തന്നെ അവസാനിച്ചു പോകാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പല ആരോപണങ്ങളും അല്ലെങ്കിൽ പല നിരീക്ഷകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് സമാനമായ വിധത്തിൽ, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് സാധൂകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുമ്പാകെ 84 പേജുള്ള ഒരു റിപ്പോർട്ട് ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ചിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കൊളംബോ ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പരിപൂർണ പിന്തുണ ദക്ഷിണാഫ്രിക്കയ്ക്കുണ്ട്. ഇതൊരു വംശഹത്യയാണ്, അന്താരാഷ്ട്ര യുദ്ധ കുറ്റകൃത്യമാണ്, അത് ചെയ്ത് ഇസ്രായേലിനെതിരെ, നെതന്യാഹുവിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് ഈ ഹർജിയിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ തന്നെ ഇസ്രായേൽ വിവിധ തരത്തിലുള്ള അന്താരാഷ്ട്ര യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗസയിൽ വംശഹത്യയാണ് ലക്ഷ്യമിട്ടത്. യാതൊരു ലക്ഷ്യവുമില്ലാതെ നിരവധി ബോംബിങ്ങുകൾ നടത്തി, അതായത് ഹമാസിനെ തീർക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഹമാസിന്റെ ആളുകൾ ഉള്ളിടത്ത് പോയിട്ട് ഹമാസിന്റെ ആളുകളുമായി ഒരു ബന്ധവുമില്ലാത്ത ഇടങ്ങളിലാണ് ബോംബുകൾ മുഴുവൻ കൊണ്ടിട്ടത്. അതായത് സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ, ഒരു ബോംബിട്ടാൽ അനേകായിരം ആളുകൾ ഒറ്റയടിക്ക് കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ പരിക്കേറ്റ് വീഴുന്ന ഇടങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായി തുടർച്ചയായി ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നിൽ വംശഹത്യ എന്ന ലക്ഷ്യമാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ വളരെ പ്രകടമായി തന്നെ പറയുന്നത്. വംശഹത്യയ്ക്ക് വേണ്ടി പട്ടിണിയെ ഉപയോഗിച്ചു, അതായത് ഭക്ഷണവും വെള്ളവും എത്തിക്കാതെ സഹായങ്ങളൊക്കെ ഇസ്രായേൽ തടഞ്ഞുകൊണ്ട് ഇവരൊക്കെ പട്ടിണി കിടന്ന് കൂട്ടത്തോടെ മരിച്ചു പോകട്ടെ, മരുന്നുകൾ നിഷേധിച്ചിട്ട് ഇവർ രോഗം വന്ന് മരിച്ചു പോകട്ടെ, ഇവർ അസുഖങ്ങൾ മൂർച്ഛിച്ചുകൊണ്ട്, അല്ലെ പരിക്കേറ്റ് കിടക്കുന്ന ആളുകൾ ആ പരിക്ക് ഗുരുതരമായി മരിച്ചു പോകട്ടെ എന്ന വിധത്തിൽ കൃത്യമായ പദ്ധതിയോടുകൂടി വംശഹത്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു എന്നാണ് ഈ ദക്ഷിണാഫ്രിക്കൻ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാണ് മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വായിച്ചപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോകൾ കണ്ടപ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വീഡിയോകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. പണ്ട് ഹിറ്റ്ലറിൻ്റെ കാലത്തൊക്കെ കേട്ടിട്ടുള്ള, ചരിത്രം പഠിച്ച അന്ന് നമ്മൾ കേട്ട ഭീകരത അത് മറ്റൊരു രൂപത്തിൽ ഇന്ന് ഇസ്രായേൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ ആധികാരികത, അതായത് ഈ റിപ്പോർട്ടിൻ്റെ ആധികാരികത അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇനി ഫൈനൽ ഉത്തരവ് വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റൂ. ഇത് ഒരു ആരോപണം എന്ന നിലയിൽ അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയുടെ ഒരു പഠന റിപ്പോർട്ട് എന്ന നിലയിൽ ഇതിനെ കാണുക. പക്ഷേ ഈ റിപ്പോർട്ടിൽ ഒരു തീരുമാനം വേണം അടിയന്തരമായി എന്നുകൂടി ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെടുന്നുണ്ട്. അതായത് അന്തിമ വിധി വരാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതികൾക്ക് സമയമെടുക്കും, പക്ഷേ അടിയന്തരമായി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാം. വെടിനിർത്തൽ, അതായത് ഈ ഹർജി പരിഗണിച്ച് അതിൽ അന്തിമ തീർപ്പ് വരുന്നത് വരെ ഈ വെടിനിർത്തൽ നടപ്പാക്കുക എന്നുള്ളൊരു ഉത്തരവ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് നൽകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമോ, ഒരു വെടിനിർത്തൽ ഈ നീതിന്യായ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഉണ്ടാകുമോ? ഇന്നും നാളെയുമാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. അതിലുണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം ചേർന്ന് വരുന്നത് വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ആ ചർച്ചകൾ ഇതിനോടനുബന്ധിച്ച് തന്നെ അല്ലെങ്കിൽ ഇതേ സമയത്ത് തന്നെ ഏതാണ്ട് ഒരേപോലെ മുന്നോട്ട് പോകുന്നുണ്ട്. ഗസയിലെ സാഹചര്യം
സാഹചര്യം അതീവ ഗുരുതരമാണ്. 24,000-ഓളം പേർ മരിച്ചു കഴിഞ്ഞു. വടക്കൻ ഗസയിൽ 10-40 ആശുപത്രികൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 10-നടുത്ത് ആശുപത്രികൾ മാത്രമേ ഉള്ളൂ. പരമാവധി 15 വരെ എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ അത്രയും പരിമിതമായ ചികിത്സാ സൗകര്യങ്ങൾക്കിടയിലേക്ക് ഇത്രയും വലിയൊരു ജനക്കൂട്ടം ചികിത്സയ്ക്ക് വേണ്ടി എത്തുമ്പോൾ ആവശ്യമായ ചികിത്സയോ മരുന്നുകളോ ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാത്ത വിധത്തിൽ ഗസ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മറ്റൊരു കാര്യം. ആ തകർച്ചയുടെ ലൈവ് അപ്ഡേറ്റുകൾ കൂടി ഈ ഹർജിക്കൊപ്പം എത്തിയിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ് എന്ന് സ്ഥാപിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള വളരെ നിർണായകമായ ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കുറ്റകൃത്യം തെളിഞ്ഞാൽ നെതന്യാഹുവിനെതിരെ കടുത്ത നടപടികൾ, ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര കോടതിയുടെ കടുത്ത നടപടികൾ ഉണ്ടാകാം. പക്ഷേ അത് എങ്ങനെ, എപ്പോൾ, ഏത് രീതിയിൽ എന്നത് കാത്തിരുന്നു തന്നെ കാണണം. പക്ഷേ ഇതൊരു വംശഹത്യയാണ് എന്ന് ലോകം പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.